അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കൽ തത്സമയം ചേരുകയാണ്. മധു, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല. ഒരു കറുത്ത പ്രഭാതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട ലോകരാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ നടുക്കടലിലേക്ക് വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരം. സമാധാനത്തിലൂടെ നീങ്ങിക്കൊണ്ട് ഗൾഫ് നാടുകളിലൊക്കെ തന്നെ വല്ലാത്ത ആശങ്കയുടെ കരിമ്പടം വീഴ്ത്തിക്കൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ ജനതയുടെ എപ്പോഴും ജനാധിപത്യ ബോധമുള്ള അമേരിക്കൻ ജനതയുടെ വിശ്വാസം എന്താണ്? പറയൂ. എസ്കെയിൻ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയായിരുന്നു അമേരിക്കൻ ജനതയ്ക്കും അതുപോലെ തന്നെ അമേരിക്കൻ രാഷ്ട്രീയ വിഭാഗത്തിനും. വളരെ തയ്യാറെടുപ്പോടുകൂടി ആയിരുന്നു ഈ ആക്രമണം എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. കാര്യം ഡിസംബർ മുതൽ തന്നെ ഇതിന്റെ ഗ്രഹപാഠങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഖമേനിയും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ആൾക്കാർ ഇവരുടെ റേഡാറിൽ തന്നെ ആയിരുന്നു എന്ന് പല പ്രാവശ്യം ചില സൂചനകൾ പെന്റഗണിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന് നിരവധി ഇന്റലിജൻസ് ബ്രീഫിംഗ്, പൊളിറ്റിക്കൽ ബ്രീഫിംഗ്, അഡ്മിനിസ്ട്രേഷൻ ബ്രീഫിംഗ് ആണ് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ലഭിച്ചത്. പ്രത്യേകിച്ച് CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, അതുപോലെ US സംയുക്ത സേനയുടെ അധിപൻ ഡെയിൻ, അതുപോലെ മാർക്കോ റൂബിയോ, പെന്റഗണിന്റെ പീറ്റ് ഹെഗ്സത്ത് ഡിഫൻസ് സെക്രട്ടറി, ഇവരുടെ എല്ലാം ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ട്രംപിന് ലഭിച്ച ഉപദേശങ്ങളിൽ രണ്ടെണ്ണം: ഒന്ന്, ഏറ്റവും ഹൈ റിസ്ക് ആയിരിക്കും ഈ ഒരു ആക്രമണം. രണ്ട്, ഇതുവഴി തിരിച്ച് ഒരു US പ്രസിഡന്റ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സിനേറിയോ, അതായത് ഒരു തലമുറയിൽ ഒരു പ്രാവശ്യം മാത്രം ഒരു മേഖലയിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാനായിട്ട് ഒരു US പ്രസിഡന്റ് ലഭിക്കുന്ന ഒരു അവസരമാണ്. ആ ഒരു അവസരത്തിൽ ഒരു ചാൻസ് എടുക്കണമോ വേണ്ടായോ എന്നുള്ളൊരു ബ്രീഫിംഗിന്റെ പുറത്ത് ആ ചാൻസ് എടുത്താണ് ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് പോയത്. കടലിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നുമുള്ള ഒരു ആക്രമണമായിരുന്നു നടത്തിയിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഏറ്റവും വലിയ ഒരു നാവിക സൈനിക വിന്യാസം ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ 2 വിമാനവാഹിനി കപ്പലാണ് ഏതാനും ആഴ്ചകളായിട്ട് അവിടെ തമ്പടിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ ആദ്യ റൗണ്ടിൽ തന്നെ ഖമേനിയെ തന്നെ ലക്ഷ്യം വെക്കുമെന്ന് വ്യക്തമായ സൂചനകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ടെഹാം, അതുപോലെ ഖോം, ഇസ്ഫഹാൻ, കറാജ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ ആദ്യമായിട്ട് ആക്രമിച്ചത്. ഇവിടെ ഇരുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം ഇറാന്റെ ഇന്റലിജൻസ് ആൾക്കാർ കൂടിയിരുന്നതും അതുപോലെ തന്നെ ഇറാന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ ഇരുന്ന കേന്ദ്രങ്ങളായിരുന്നു ആദ്യം ലക്ഷ്യം വെച്ചത്. അതേസമയം ഇറാൻ തിരിച്ചടിച്ചത് അമേരിക്കയുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തുന്ന അറബ് രാജ്യങ്ങളെയായിരുന്നു. അൽ ഉദൈദിലെ ഖത്തറിലെ ബേസ് അറ്റാക്ക് ചെയ്തു. അതുപോലെ UAE-യുമായിട്ട് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു അൽ ദഫ്ര. അതുപോലെ US 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ബഹ്റിനിലേക്കും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. ഇറാൻ ഇത് മാത്രമല്ല, UN സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം അമേരിക്ക നടത്തുന്നു എന്ന് പറയുകയും ചെയ്തു. ഈ സെക്യൂരിറ്റി കൗൺസിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞത് തുടർച്ചയായിട്ട് 47 വർഷം ഡെത്ത് ടു അമേരിക്ക എന്ന് മുദ്രാവാക്യം വിളിക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വധഭീഷണി മുഴക്കുകയും ചെയ്ത ഇതിന്റെ മറുപടിയാണെന്നാണ് ഈ ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത്. യുദ്ധം അവിടെ നടക്കുമ്പോഴും അമേരിക്ക അതീവ സുരക്ഷയിലേക്കാണ്, മുന്നറിയിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ ഭീഷണിയാണ് അമേരിക്ക ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ത്രെറ്റ്. അത് തുറമുഖങ്ങൾ, അതുപോലെ ജലശുദ്ധീകരണ ഏരിയാസ്, അതുപോലെ ആശുപത്രികൾ, ഇതെല്ലാം സൈബർ സുരക്ഷാ ഭീഷണിയുടെ നിഴലിലാണ്. US സൈബർ സെക്യൂരിറ്റി ഏജൻസി ആയിട്ടുള്ള സീസ പറയുന്നത് ഷീൽഡ്സ് അപ്പ് എന്ന് പറഞ്ഞ പ്രത്യേക നിർദ്ദേശം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഒരു വശത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നേരിടുന്നുണ്ട്. കോൺഗ്രസിന്റെ അനുവാദം ഇല്ലാതെ ആണ് ഇത് മുന്നോട്ട് പോയെന്ന് ഡെമോക്രാറ്റ്സ് പറയുന്നു. ഇതേ രീതിയിൽ തന്നെ 2 റിപ്പബ്ലിക്കൻ പ്രതിനിധികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അറിയിക്കേണ്ടിയവരെ കൃത്യമായിട്ട് അറിയിച്ചു. മാർക്കോ റൂബിയോ നിർണായക തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിലല്ലേ മുതിർന്ന സെനറ്റർമാരും കോൺഗ്രസ്മാരെയും ഈ വിവരം അറിയിച്ചിരുന്നു. ആക്രമണത്തിന് മുൻപ് കൃത്യമായിട്ട് അറിയിച്ചിരുന്നു എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഉള്ള വിവരങ്ങൾ വരുന്നത്. ഇപ്പോൾ നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. 20% ഡെയിലി ഓയിൽ പ്രൊഡക്ഷൻ ഈ കടലിടുക്കിലൂടെ പോകുന്നത്. ഇന്ന് പുലർച്ചെ ഒരുപക്ഷെ $100 പെർ ബാരലിന് എത്തിയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട. അത് ലോകത്തെ മുഴുവൻ വിലക്കയറ്റത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലേക്ക് പോകാനായിട്ടുള്ളത് റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യ ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ, അതായത്
അതായത് ഈ അറ്റോമിക് വാച്ച് ഡോഗിന്റെ അടിയന്തര യോഗം വിയന്നയിൽ തിങ്കളാഴ്ച കൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ഒരു ചർച്ചകൾക്ക് വേണ്ടിയായിരിക്കും പീറ്റ് ഹെക്സത്തും ഡിഫൻസ് സെക്രട്ടറി ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസാ പഹൽവി, അതായത് ഈ ഷാ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് റസാ പഹൽവിയുടെ മകൻ ഇപ്പോൾ വാഷിംഗ്ടണിലാണ്. അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇറാനിലേക്ക് മടങ്ങുമോ, പ്രക്ഷോഭകാരികൾക്ക് നേതൃത്വം കൊടുക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകൾ കണ്ടറിയേണ്ടിയ ഒരു കാര്യമാണ്. ഇറാനും അമേരിക്കയും ഒരു കാലത്ത് ഏറ്റവും വലിയ സൗഹൃദമായിരുന്നു. 50കളിലും 60കളിലും അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത രാജ്യമായിരുന്നു. ഖമേനിയുടെ ഭരണം ആ തലമുറ തുടങ്ങുന്നതോടുകൂടിയാണ് രണ്ടായിട്ട് മാറിപ്പോയത്. ഈ മത അധിഷ്ഠിതമായിട്ടുള്ള ഭരണം മാറ്റി ഒരു പുതിയ ഭരണം വരുന്നതോടുകൂടി ഇറാനുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരം ഒരു ആക്രമണം നടത്തിയതെന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.